എന്താണ് കാര്യമായിട്ട് തരാണല്ലോ എന്തോ? അപ്പൊ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അയ്യോ എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കഥയൊക്കെ എഴുതണമെന്നൊക്കെ പറയണ കേട്ടു. ആര് പറഞ്ഞ്? അതൊക്കെ ഞാൻ അറിഞ്ഞു. കഥ എഴുതും, കവിത എഴുതും, നോവൽ എഴുതും. അതൊക്കെ നീ എന്തിനാ അറിയണത്? പാവം ചേട്ടത്തി. അയ്യോ, ചേട്ടത്തിൻ്റെ സൈഡിൽ കൂടെ വന്നേക്കണ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കണ. ചേട്ടത്തി പാവായോണ്ടല്ലേ ജോലിക്കൊന്നും പോകാത്ത നിന്നെ സഹിക്കണത്. അപ്പോൾ പിന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ? നീ കുറെ നേരം ആയടാ, നിനക്ക് എന്തിനാണോടാ നിനക്ക്? എടാ അണ്ണാ, ഇപ്പം നീ ഒരു പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, ആ പണിക്ക് പോയാൽ പോരെ. വെറുതെ എന്തിനീ കഥ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് സമയം കളയണത്? എടാ, എൻ്റെ ജീവിതത്തിലെ 75% സമയം പോയത് നിന്നോട് വഴക്ക് കൂടിയിട്ടാണ് പണ്ട്. അത് ഞാൻ ആവർത്തിക്കരുത്. പടാൻ തന്നെ കൊണ്ടുപോകുന്നു. ആര് വഴക്കൂടിയത്? നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് അടി വാങ്ങിച്ചു തരല്ലേ ഉള്ളത്. എടാ, ബുദ്ധിയുള്ളൊരു വഴക്കൂടാ, പാല വെച്ച് അടി വാങ്ങിച്ചു തരാനേ നോക്കോളൂ. നീ എൻ്റെ പടം നോക്കി പടാ. ഇപ്പം അങ്ങനെ പോവാൻ ഉദ്ദേശമില്ല. മര്യാദയ്ക്ക് ജോലിക്ക് പോവാ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കൂ? ധൈര്യം എൻ്റെ അച്ഛനെ വിടാ. നീ വിടാ, എൻ്റെ അച്ഛനെ വിടാ. അയ്യോ, നമ്മളെ അച്ഛനെ വിളിക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ ഫോൺ വിളിച്ച് അച്ഛനടുത്ത് പറയും നീ ജോലിക്ക് പോകണില്ല, ഇവിടെ കിടന്ന് ചുമ്മാ കറങ്ങി കിടക്കുകയാണ്, കഥാ കവിത എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണെന്ന്. നീ അച്ഛനെ വിളിച്ച് പറയടാ. എന്നിട്ട് നേരത്തെ നീ വീട്ടിൽ എത്തുമല്ല, അതിന് മുമ്പ് പണി പാലും വെള്ളത്തിൽ നിനക്ക് ഞാൻ തരും. പിന്നെ നീ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോടെ അച്ഛൻ വിശ്വസിക്കാതിരിക്കില്ല. പണ്ട് പോലെ ഞാൻ വിളിച്ച് പറഞ്ഞേ, പുളിയന്മാരുണ്ട്. പുളിയൻ വണ്ടിയുടെ എൻ്റെ മുതുകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ, പാടുണ്ടല്ലോ ഇപ്പോഴും. ആ പാട് എപ്പോഴും ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഞാൻ നല്ല രീതിയിൽ തിരിച്ച് ചെയ്തിട്ടുണ്ട്. എടാ, എന്തുമാത്രം പൈസ എന്നറിയാമോ വിഷു ഓണത്തിന് കാരണന്മാർ കൊണ്ടുവരുന്നത്. അപ്പം നീ എവിടെയെങ്കിലും കറങ്ങാൻ പോകില്ല, എല്ലാവരും എൻ്റെ കൊണ്ടുവരും, ബാലുവിൻ്റെ കൂടെ എന്ന് പറയും. ഞാൻ അതിന് 5 പൈസ നിനക്ക് തന്നിട്ട് അറിയാമോ? എങ്ങനെ? നിനക്കേ വിഷു കൈനീട്ടം തരാൻ വേണ്ടി കൊണ്ടുതരും. നീ അവിടെ കാണൂലല്ലോ, നീ എറണാകുളം അവിടെ കറങ്ങി കിടക്കുമല്ലോ, ബാലുവിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് തരും. ആ പൈസ ഇതുവരെ നിനക്ക് ഞാൻ തന്നിട്ട് അറിയാമോ? പൈസ അത് പൈസ ആ പൈസയൊക്കെ ഞാൻ അപ്പോഴേ മുട്ടടിച്ച് കളഞ്ഞില്ലേ. എടാ, കൈ നീട്ടോന്ന് ചേട്ടൻ അറിയടാ. ഐശ്വര്യമാണ് കാരണവന്മാർ കൈമാറുന്നത്. ഐശ്വര്യം നീ എന്തിനാണ് എടുത്തത്? ബുദ്ധിമാന്മാർ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അടി വാങ്ങിച്ചു തരും. അതിബുദ്ധിമാന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്യും. എടാ, ഇത് അതിബുദ്ധിയല്ല. ഒരുത്തന്റെ പൈസ അടിച്ചു മാറ്റുന്നത് മോഷണം. കള്ള പൈസ അതെന്തെങ്കിലും ആയി പൈസ തരാൻ വേണ്ടി ഇരിക്കല്ലേ. മണ്ട അടിച്ച് ഞാൻ അടിച്ചു പോട്ടിരുന്ന വാ, ഓടി വാ. എനിക്ക് ഞാൻ തലവരിച്ച് വെച്ചേരാ അടിക്കാൻ. കാരണവന്മാർ പണ്ട് വിഷുവിന് തന്ന പൈസ അടിച്ചു മാറ്റി അത് ചോദിച്ചപ്പോൾ എന്റെ മുമ്പ് ചാടന ഉണ്ടാവായി. നാണണ്ടാ 101 രൂപ. എത്ര കൊല്ലം മുന്നേ? ഈ ഇടയ്ക്ക് 35 വർഷമായി. 35 കൊല്ലം മുന്നേ കാരണവന്മാര് 101 രൂപ കൈനീട്ടം തന്നതിന് 50 വയസ്സ് കഴിഞ്ഞപ്പോ രണ്ടും കൂടെ അടി കൂടണം അല്ലേ? 35 വർഷമല്ല ഇവിടെ പ്രശ്നം, 101 രൂപ അല്ല പ്രശ്നം. കാരണവന്മാർ തരണത് അനുഗ്രഹിച്ചു തരാണ്, ഐശ്വര്യമാണ് കൈ തരണത്. ആ ഐശ്വര്യം അടിച്ചു മാറ്റി ചുമ്മാല്ല ഞാൻ കരുതിയിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. എനിക്ക് സൗകര്യമല്ല തരാൻ, അത്ര തന്നെ. നിന്നോടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞത്. നീ ചെവി വിളിക്കോ? അതിന് ഒരാൾ നുള്ളിരിക്കല്ലേ? വാതുറക്കല്ലടാ, വാതുറക്കാതിരിക്കടാ. അങ്ങേർക്കാ വിവരമില്ല, നീ അതിന്റെ അപ്പം കിടന്ന് തുറക്കണം എന്തിനാടാ? നിന്നോട് പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കില്ല. പൈസ ഞാൻ വാങ്ങിച്ചെടുത്തോളാം. പിന്നെ കുറച്ച് കഴിയും. ഇപ്പൊ വിഴുന്നല്ലേ തലവത്തനെ. പൈസ 50 എന്റെ പൊന്നു, ഇതുപോലെ മണ്ടന്മാരായ ചേട്ടന്റെ അനിയനും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചുമ്മാല ഞാൻ നന്നാമത്തത്, എന്റെ ഐശ്വര്യം മൊത്തം കൊണ്ടുപോയി. അല്ല എന്നാ നന്നാവേണ്ടത്? ഇന്ന് ചേട്ടന് ജോലിക്കൊന്നും പോകണ്ടേ? ഞാൻ അന്ന് പണ്ട് എഴുതിയ എൻ്റെ കൃതി ഉണ്ടല്ലോ, ഗർജനം, അതിൻ്റെ ഒരു കോപ്പി ഇവിടെ കാണാം. അത് ഞാൻ തപ്പിയെടുക്കാൻ എനിക്ക് അധികം ആവശ്യമുണ്ടത്. മര്യാദയ്ക്ക് ജോലിക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരുടെ മുഴുവനും നിങ്ങളെ ഞാൻ കുനിച്ചു നിർത്തി ഇടിക്കാനെന്നും പറഞ്ഞ് നുണ പറഞ്ഞ് നടക്കണില്ലേ, അത് ഞാൻ അങ്ങ് ചെയ്യും. ഒറ്റയടി അടിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതോടെ അങ്ങ് തീരും. എനിക്ക് നാണക്കട ഉണ്ടാവാതെ നോക്കേണ്ടതാരാ? പോ. ആ